നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇലകളൊക്കെ ഒന്ന് സെറ്റാക്കാം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള പലഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇലയുടെ ആയിരിക്കും കേട്ടോ. നമുക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മ ഉണ്ടാക്കി തരുന്ന പലഹാരം ഇലയുടെയാണ്. അരിപ്പൊടിയിലും ചെയ്യും, അതുപോലെ ഗോതമ്പ് പൊടിയിലും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ഇലയുടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത് വെച്ചാൽ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, അതുപോലെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ കിട്ടും കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് മിക്സാക്കി കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഞാനിവിടെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ഉപയോഗിച്ചിട്ടും ചെയ്യും, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ശർക്കര ആയിരിക്കുമേ. അപ്പോൾ ശർക്കരയിലേക്ക് തേങ്ങയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അമ്മയൊക്കെ കൈ കൊണ്ടല്ലേ മിക്സ് ചെയ്യുന്നത്, സ്പൂൺ കൊണ്ടൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്കും ആ ഒരു രുചി കിട്ടാൻ വേണ്ടി നമുക്കും നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ടിങ്ങനെ ഇലയെടുത്തിട്ട് ഓരോരോ ഉരുളയാക്കിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം തൊട്ട് ഇങ്ങനെ പരത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് പരത്തി കിട്ടും. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ തേങ്ങേൻ്റെ ശർക്കരേൻ്റെ ആ ഒരു മിക്സ് ഇട്ടിട്ട് ഇങ്ങനെ മടക്കി എടുക്കാം കേട്ടോ. അതുപോലെ എല്ലാം സെറ്റായതിന് ശേഷം നമുക്കത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയാവും, കാരണം നമ്മൾ അത്രയും നേർങ്ങനെയാണല്ലോ അത് പരത്തിയെടുക്കുന്നത്. അതുപോലെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇലയുടെ ഇവിടെ വെന്ത് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ആയിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? പണ്ട് കുട്ടിക്കാലത്തൊക്കെ കഴിച്ച ഒരു ഫീൽ കിട്ടുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ചൂടോട് കൂടി ഇതിങ്ങനെ തുറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണം, അതൊരു വേറെ തന്നെ ഫീലാണല്ലേ നമ്മുടെ വാഴയിലേൻ്റെ മണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.